നമുക്ക് പണ്ട് കൊതിയുണ്ടായിരുന്നു എല്ലാത്തിനോടും. ഒരു പൂങ്കോഴി അമ്മച്ചി, അന്ന് പൂങ്കോഴിയൊക്കെ അമ്മച്ചി കൊല്ലുന്നത് എൻ്റെ കാരണം ഒരു അച്ഛനുണ്ട്. അമ്മയുടെ ഞങ്ങൾ അച്ഛൻ വരുമ്പോഴോ അല്ലെങ്കിൽ മൂത്ത മകളൊക്കെ ഇട്ട് അളിയും വരുമ്പോഴൊക്കെ അമ്മച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അന്നത്തെ സാഹചര്യത്തിലെ എനിക്ക് തോന്നുന്നു വീട്ടിൽ ഇപ്പോൾ നമ്മുടെ വിറകടുപ്പൊക്കെ ഉള്ള സമയം മീനൊക്കെ ആണെങ്കിൽ മത്തിയൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു മത്തിയൊക്കെ ഈ 1 രൂപയ്ക്കൊക്കെ 10-32 മത്തിയൊക്കെ കിട്ടുന്ന സമയം. പാലും തൈരും ഒന്നുമില്ലാതെ നല്ല സംഭാരം ഉണ്ടാക്കി കുടിക്കുക. അത് പള്ളിക്കത്തോട്. ഞങ്ങൾ പള്ളിക്കത്തോട് ഇങ്ങനെ വന്നു. നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലം അല്ലേ, ചുറ്റുവട്ടത്ത് നല്ല പച്ചപ്പാണ്. സൈജു അച്ഛൻ ചെയ്യുന്ന ഒരു റിട്രീറ്റ് സെൻ്ററാണ് ആത്മ റിട്രീറ്റ് സെൻറ്റർ. ഇവിടെ വന്നാൽ ചുറ്റും നല്ല പച്ചപ്പ്, ഇഷ്ടംപോലെ പച്ചമരുന്നുകളുടെ കൃഷിയൊക്കെ ഉണ്ട്. അച്ഛൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ പച്ചമരുന്നുകളും പച്ചക്കറികളും ഒക്കെ കൊണ്ട് നമ്മുടെ ജീവിതം ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റിയെടുക്കുക, പിന്നെ കൂടെ യോഗയും. ഇതാണ് സൈജു അച്ഛൻ. സൈജു അച്ഛൻ നമുക്ക് വേണ്ടി സംഭാരം ഇങ്ങനെ പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഒരു മതത്തിൻ്റെ അഡ്വക്കേറ്റ് എന്നതിന് ഉപരിയായിട്ട് അച്ഛനൊരു ലൈഫ് സ്റ്റൈലിൻ്റെ അഡ്വക്കേറ്റ് ആണ്. അതായത് ഈ മീറ്റ് ഒന്നും കഴിക്കാതെ, നോൺ വെജ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് വെജിറ്റേറിയൻ കുസീൻസ് അല്ലേ, അതല്ലേ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? വെജിറ്റേറിയൻ ആഹാരങ്ങൾ എന്നാൽ നോൺ വെജ് ആഹാരത്തിന്റെ അതേ രുചിയിൽ കഴിക്കുക, അതിലും രുചിയിൽ കഴിക്കുക, ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അച്ഛൻ അടുക്കളയിൽ വന്നിട്ട് ഒരു സാലഡ് തന്നു. നല്ല അടിപൊളി സാലഡാണ് കേട്ടോ. അച്ഛൻ ഇപ്പൊ സംഭാരം ഉണ്ടാക്കുന്നു. ഇതിനകത്ത് മോരില്ല, തൈരില്ല, പാലില്ല. അപ്പൊ ഈ സംഭാരം എന്താണ് നമ്മൾ ബേസ്? ഇത് ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പാൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭാരമാണ്. തേങ്ങാപ്പാൽ കൊണ്ട് അത് മോരായിട്ട് ഉണ്ടാക്കാം, വേണമെങ്കിൽ നമുക്ക് തൈരായിട്ട്, നല്ല കട്ട തൈരായിട്ട് മാറ്റുകയും ചെയ്യാം. അങ്ങനെ എടുക്കാം. ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ചിലർക്ക് മോര് കൂട്ടാൻ പറ്റാത്തവരുണ്ട്, കഫപ്രകൃതിയുള്ളവർ, അല്ലെങ്കിൽ മോര് കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ത്രോട്ടിന് ഇൻഫെക്ഷൻ വരുമോ, തൊണ്ടവേദന വരുന്നവർ, അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരുണ്ട്. ചിലങ്ങനെ മോര് കൂട്ടാത്തവർ കുറച്ച് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് കഴിക്കാവുന്നൊരു ഒരു സംഭാരമാണ്. അത് മോരിന്റെ അതേ ടേസ്റ്റ്, യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരുന്നില്ല, അലർജിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, എന്നാൽ നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഒരു ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നല്ല ആർക്കും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. നമുക്ക് ഇതിന് വേണ്ടത് പച്ചമുളക് വേണം, ചുവന്നുള്ളി വേണം, ഇഞ്ചി വേണം, കരിവേപ്പില വേണം, ഉപ്പ് വേണം, നാരങ്ങാനീര് വേണം, പിന്നെ തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ നമ്മൾ എടുക്കുമ്പോൾ ആദ്യം നന്നായിട്ട് 1 തലപ്പാൽ എടുക്കുക, അതിനുശേഷം ഒന്നുകൂടെ പിഴിഞ്ഞെടുക്കുക. ഇപ്പം സംഭാരമാണെങ്കിൽ 3 പാലെടുക്കാം. ഒറ്റ പാലിൽ തലപ്പാൽ നല്ല കുറുകി എടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മളിതെല്ലാം ചേർത്ത് വെച്ച് ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചെടുത്താൽ നല്ല കട്ട തൈരായിട്ട് നമുക്ക് കിട്ടും. കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ഇപ്പം നമ്മൾ ഇതിനകത്ത് പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, കരിവേപ്പില ഇത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് ഈ നാരങ്ങാനീരും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം, എന്ത് കുറവുണ്ടെന്ന് പറയണം, കൂടിപ്പോയെന്ന് പറയണം, അതനുസരിച്ച് നമുക്ക് ചേർക്കാം. എനിക്കിത് പെർഫെക്റ്റ് ആണ്. പക്ഷേ ഇനി നമ്മൾ ഇത് ചേർത്ത് കഴിയുമ്പോഴത്തേന് ഇനി തേങ്ങാപ്പാൽ ചേർക്കാൻ പോകും. അത് ചേർക്കുമ്പോൾ ഒരു സ്വല്പം കൂടെ പുളി, ഒരു സ്വല്പം കൂടെ ഉപ്പും വേണ്ടി വരും. അപ്പം ഇത്രയത്തിന് ഇത് പെർഫെക്റ്റ് ആണ്. അത് ഇനിയിപ്പോ സംഭാരമായിട്ട് ഇച്ചിരി നീട്ടി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇതങ്ങനെ ചേർത്താൽ മതി. ചേർക്കാം. അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ പച്ചക്കറി ഐറ്റംസ് കൊണ്ട് തന്നെ നല്ല രുചിയുള്ള ആഹാരങ്ങൾ. അച്ഛൻ പറഞ്ഞു ബിരിയാണി അല്ലേ, ബിരിയാണി കംപ്ലീറ്റ് ബിരിയാണി പച്ചക്കറി കൊണ്ട് തന്നെ, പച്ചിലകൾ കൊണ്ട് തന്നെ, പച്ചിലകളും പച്ചക്കറികളും. ഇപ്പൊ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് ബീൻസ് ഉപയോഗിക്കുന്നുണ്ട്, ക്യാരറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ക്യാരറ്റ് ഞങ്ങൾ പുറത്ത് മേടിച്ചാണ്. പയറ്, ബീൻസ് അല്ല, പയറ്, അച്ചക്കാൻ പയറ്, അത് നമ്മളിവിടെ ഉണ്ടായതാണ്. പിന്നെ ഉള്ള ഇലകളെല്ലാം ഇവിടെ ഉള്ളതാണ്. പച്ചമരുന്നിന്റെ അകത്തിച്ചീരയുടെ ഇല ഉപയോഗിക്കുന്നുണ്ട്, ചെറുചീര ഉപയോഗിക്കുന്നുണ്ട്, സാമ്പാർ ചീര ഉപയോഗിക്കുന്നുണ്ട്, മല്ലിയില ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടായിരുന്നല്ലോ ഒരു സ്പെഷ്യലായിട്ട് ഒരു ഈ ബിരിയാണി ഇല എന്ന് പറഞ്ഞാൽ ബിരിയാണി ലീഫ് എന്നാണ് അത് പറയുന്ന പോലെ. അപ്പോൾ ഇച്ചിരി കട്ടൊക്കെ ഉണ്ട്, ഒരു മക്കൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബിരിയാണിയിലേക്ക് ചേരുമ്പോൾ അത് കൂടുതൽ ടേസ്റ്റ് ചെയ്യും. അപ്പം ഇത്രയും സാധനങ്ങൾ അരച്ച് പേസ്റ്റാക്കി ഇതിലേക്കൊരല്പം നമ്മുടെ നെയ്യ് ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് പേസ്റ്റാക്കി അതിലേക്ക് അരിയിട്ട് വെന്ത് വരുന്ന രുചികരമായ ഒന്നാണ്. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ നല്ല, കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അവരും കഴിച്ചു. നോൺ വെജിനോട് അഡിക്റ്റഡ് ആയി പോയ ആൾക്കാർ, എന്നെ പോലുള്ളവർ, ഒരു മാസമൊക്കെ ഇവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ അച്ഛൻ നമ്മൾ പച്ചക്കറിയോട് അഡിക്റ്റഡ് ആക്കി മാറ്റും. ഏതായാലും ഇപ്പം സംഭാരം റെഡി ആയിട്ടുണ്ട്, ഒന്ന് കുടിച്ചു നോക്കാം.
നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ ഏറ്റവും നല്ല സൂപ്പറാണ്. സൂപ്പർ ഡ്രിങ്ക്. നമ്മൾ ഈ ചൂടത്തൊക്കെ നടന്നിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് ഐസ് വാട്ടർ കൊടുക്കുന്ന ഒരു പതിവുണ്ട്, അല്ലെങ്കിൽ സ്ക്വാഷ് കൊടുക്കുന്ന ഐസ് ഇട്ട് തണുപ്പിച്ച വെള്ളം കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആയുർവേദ അനുസരിച്ച് ആൾക്കാർ പറയുന്നത് അത് ത്രോട്ട് പെയിൻ കൂട്ടത്തേ ഉള്ളൂ, ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പനി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയും. അതിൽ സംഭാരമാണ് സാധാരണ പണ്ട് തൊട്ടേ ആൾക്കാർ നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സംഭാരം കൊടുക്കുക, ആ രീതിയാണ്. അപ്പം സംഭാരം കഴിക്കാൻ മേലാത്തവർക്ക് തേങ്ങാപ്പാൽ സംഭാരം കൊടുക്കാം. ഓ പൊളിയാണ് കേട്ടോ, പൊളിയാണെന്ന് പറഞ്ഞാൽ സംഭാരമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ടേസ്റ്റാണ്. എക്സാക്ട്ലി സംഭാരത്തിൻ്റെ ടേസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയുന്നത് തെറ്റായിരിക്കും, കള്ളത്തരായിരിക്കും. പക്ഷേ അതല്ലാന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അച്ഛൻ ഇത് തുടങ്ങിയിട്ട് ഇപ്പം 4 വർഷമായി അല്ലേ? 4 വർഷം. ഇവിടെ നേരത്തെ തന്നെ 6 വർഷം കാലടിയിലുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ പള്ളിക്കത്തോടാണ് കേട്ടോ. എക്സാക്ട് ലൊക്കേഷൻ മാപ്പ് ഞാൻ ഇട്ടുതരാം. പള്ളിക്കത്തോടാണ്. ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പം 4 വർഷമായി. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ ഈ തോട്ടത്തിലൂടെ നടന്ന ഒരു പേരയുണ്ട്, നന്നായിട്ട് അത് കണ്ട 4 വർഷമായെന്ന് തോന്നുകയില്ല. അത് കണ്ട ഒരു 6-7 വർഷത്തിന്റെ പഴക്കം തോന്നും, അതിൽ കൂടുതലും തോന്നിയിരിക്കും. അതുപോലെ തന്നെ ഒരു ആൽമരമുണ്ട്. ഇത്രയും പച്ചപ്പിനകത്ത് താമസിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഇനിയിപ്പം ഇവിടെ ഇതുപോലത്തെ അച്ഛൻ ഉണ്ടാക്കുന്ന രുചികൾ ആസ്വദിക്കാനായിട്ട് പലരും വരുന്നുണ്ട്. അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഒരു പക്ഷേ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കൂടിയേക്കും. അത് കാണാം നമുക്ക് വഴി. അച്ഛാ ഇത് പൊളിയാണ് കേട്ടോ, ഇഷ്ടപ്പെടും. നല്ല സംഭാരം കുടിച്ചു കഴിഞ്ഞിട്ടേ അച്ഛൻ നല്ല ഒന്നാന്തരം ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു സ്ക്വാഷ് എന്ന് വേണേൽ പറയാം അല്ലേ, അല്ലെങ്കിൽ ജ്യൂസ് എന്ന് വേണമെങ്കിലും പറയാം, അത് തന്നു. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഒരാളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞായിരുന്നു. പരിചയപ്പെടുത്തേണ്ട ആളൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാം പരിചയമുള്ള. ഞാനിപ്പോൾ പരിചയപ്പെടുത്തി കഴിഞ്ഞ് കുളവാക്കുന്നില്ല. ജോണി ചാൻ ഇവിടെ വന്നിട്ട് ഇപ്പം അച്ഛൻ്റെ അടുത്ത് വരാൻ തുടങ്ങിയിട്ട് കുറേ നാളായി അല്ലേ? ശരിക്കും ആരോഗ്യത്തിന് വേണ്ടി വരുന്നതാണോ ഇവിടെ? ഞാൻ ഈ പറഞ്ഞ നമ്മളല്ലോ നമ്മളിപ്പം ഞാൻ 4 കൊല്ലം മുമ്പ് ഒരു ഔപചാരികമായിട്ട് ഇതിന് അച്ഛനെ കുറിച്ച് പോലെ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. വളരെ കുറച്ച് ആളുകളെ നോക്കുന്നുള്ളൂ. അത് ധ്യാനം പോലെയാണ്. വന്നാലേ പറഞ്ഞാൽ ധ്യാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച മുഴുവൻ സമയം പ്രാർത്ഥനയൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ രാവിലെ വിശ്വാസികൾക്ക് വേണമെങ്കിൽ രാവിലെ ഒരു കുർബാനയുണ്ട്, വൈകിട്ടൊരു കൊന്തയുണ്ട്, ഒരു അരമണിക്കൂർ പ്രാർത്ഥന ഉണ്ട്. ബാക്കി സമയങ്ങളിൽ യോഗ, മെഡിറ്റേഷൻ, തിരുമല്, പിന്നെ അച്ഛൻ ഉണ്ടാക്കുന്ന നാച്ചുറോപ്പതി ഫുഡ്. അപ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം, പിന്നെ അച്ഛൻ്റെ കുഞ്ഞു നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങളിലുള്ള ചെറിയ കുഞ്ഞു നോട്ട്സ്, പൊടിക്കൈകൾ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ അനുഭവിച്ചത്. അപ്പോൾ ഞാനിത് ചെയ്ത് ഞാൻ ആദ്യത്തെ ദിവസം എനിക്ക് 3 ദിവസം നിന്നുള്ളൂ അന്ന്. പക്ഷേ എല്ലാവരും കൂടെ ഉള്ളൊരു ധ്യാനം ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യം വന്ന് 7 ദിവസം നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വാട്സപ്പിൽ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു സ്ഥലമുണ്ട്, ആത്മാവെന്നൊരു സ്ഥലമുണ്ട്. ധാരാളം നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയ ഒരു രക്ഷയോ അല്ലെങ്കിൽ ഒരു സൗഖ്യമോ അല്ലെങ്കിൽ ഒരു അറിവോ നമുക്ക് മറ്റൊരാൾക്കൂടെ അത് കിട്ടണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ നല്ലതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ നമ്മൾ മാത്രം മതി, വേറെ ആരും പോകണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല. അത് മാക്സിമം പ്രചരിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ വേണം അത്. അപ്പോൾ അങ്ങനെ ഞാനത് ഇട്ടു. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു ഇവിടെ ഇരിക്കുമ്പോഴത്തേയില്ല 1,00,000 പേരോളം കണ്ട് അത് കണ്ടു. മിക്കവാറും പേര് അച്ഛനെ വിളിച്ചു. ഒരുപാട് പേര് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നു. പിന്നെ ഞാൻ സിനിമാ മേഖലയിൽ തന്നെ ലാൽ ജോസ്, അതുപോലെ രഞ്ജിത് ശങ്കർ, അങ്ങനെ 2 ഡയറക്ടേഴ്സ് ഇവിടെ വന്നു. പക്ഷേ അവരൊക്കെ എന്നോട് വിളിച്ച് താങ്ക്സ് പറഞ്ഞു. അതായത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം ഒന്ന് അച്ഛൻ്റെ ഭക്ഷണം, പിന്നെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തിൽ, വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു താമസം, ഇവിടുത്തെ ഒരു ആംബിയൻസ്, അങ്ങനെ അച്ഛൻ്റെ ഒരു സമീപനം. പിന്നെ അച്ഛനൊരു കുക്കുണ്ട് ബായി. പിന്നെ ഇവിടെ ചില വൈദികരൊക്കെ ഇടയ്ക്ക് വരും, അല്ലാത്തവരൊക്കെ വരും. എല്ലാവരും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പറയേണ്ട അവരുടെ അനുഭവങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുകയും. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു വീട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു അന്തരീക്ഷം ആണ് ഉണ്ടത്. അപ്പോൾ എനിക്ക് അന്ന് വരാൻ തോന്നിയതാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നത്. അല്ലെങ്കിൽ സാധാരണ എല്ലാവരുണ്ട് ഞാൻ വന്നേക്കാന്നൊക്കെ പറഞ്ഞു പോകും. പക്ഷേ അച്ഛനും പ്രതീക്ഷിച്ചില്ല ഞാൻ വരുമെന്ന്. ഞാൻ പക്ഷേ ഇങ്ങ് പോകുന്നു. അങ്ങനെ ഒരു തോന്നലുണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ എന്ത് സ്ഥലമുണ്ടെങ്കിൽ അത് അറിയണമെങ്കിൽ ഇവിടെ വരണം, വന്നാലേ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ആ സുഖം എന്താണ്, അതിലൂടെ കിട്ടുന്ന സൗഖ്യം എന്താണ്, അതിലൂടെ കിട്ടുന്ന നന്മ എന്താണെന്നുള്ളത്. ഇതൊരു മതസ്ഥാപനമൊന്നുമല്ല, അച്ഛനായി പോയെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു എന്നാ പറയുക ട്രീറ്റ്മെൻറ്റ്, എന്തിനും ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് മൈഗ്രെയിൻ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് അച്ഛൻ്റെ കുറച്ച് പൊടിക്കൈകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ മോൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ പിള്ളേർക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവരൊക്കെ അതിലൂടെ ഒരു രക്ഷ അവർക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മാറ്റം വന്നു, അല്ലെങ്കിൽ പൂർണ്ണമായി മാറി എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചില പരിചയപ്പെടലുകൾ, ചില കൂടിക്കാഴ്ചകൾ നമുക്ക് ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുമെന്ന് പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 അനുഗ്രഹങ്ങളിലൊന്നായിട്ട് ഞാൻ ഈ ആത്മ എന്ന ഈ സ്ഥാപനത്തെയും പ്രിയപ്പെട്ട അച്ഛനെയും കാണുന്നു. ഇവിടെ വന്ന് ഈ ജോണി ചാൻ ഈ നോൺ വെജ് കഴിക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ഇവിടെ വന്ന് നോൺ വെജേ കിട്ടത്തില്ല. ഇല്ല. ഈ 7 ദിവസമൊക്കെ അടുപ്പിച്ച് നിൽക്കുമ്പോഴത്തേന് അത് നോൺ വെജിന്റെ തന്നെ ഫീൽ ഉണ്ടാക്കുന്ന, എന്നാൽ ശരീരത്തിന് ഒട്ടും ആം ചെയ്യാത്ത രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന അച്ഛൻ്റെ കുറേ ഇതുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛനൊരു ഹോട്ടൽ തുടങ്ങിയാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിജയിക്കുന്ന ഒരു ഹോട്ടൽ അച്ഛൻ്റെ ആയിരിക്കും. കാരണം ആ ഫുഡ് മാത്രം അതേ ക്വാളിറ്റിയിൽ കൃത്യമായി അച്ഛൻ കൊടുക്കുന്ന പോലെ കൊടുത്താൽ ഒരുപക്ഷെ ഏറ്റവും അധികം, അതായത് നോൺ വേണ്ടവർക്ക് നോണിൻ്റെ ഫീൽ, നോണിനേക്കാൾ രുചിയുള്ള വെജ് ഫുഡ് കൊടുക്കാൻ അച്ഛന് സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ഓർക്കും ഇത് ഇറച്ചിയാണോ എന്ന് ഓർക്കും. അപ്പൊ അച്ഛൻ്റെ ഒരു പൊറോട്ടയൊക്കെ ഉണ്ട്, അതൊക്കെ ഈ പറയുക ഇല പൊറോട്ട, അതൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭക്ഷണപ്രിയനാണ്. ഭക്ഷണം എന്നെ തീർച്ചയായിട്ടും ഭക്ഷണം ഇല്ലാത്തൊരു സ്ഥലത്തോ എനിക്ക്, പക്ഷെ എനിക്ക് ഇവിടുത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇവിടെ വന്നാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം. അച്ഛൻ്റെ ഫുഡിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ജോണി ചാൻ ഇത്രയും യാത്ര ചെയ്യുന്നതാണ്, ഇത്രയും മൂവീസിലൂടെയൊക്കെ തമാശയാണ് കൂടുതലെങ്കിലും ഇപ്പം അടുത്തിടയ്ക്കിടെ ക്യാരക്ടർ റോളിലേക്കൊക്കെ വന്നു. അച്ഛൻ്റെ ഫുഡ് കഴിച്ചിട്ടാണോ ഇനിയിപ്പം തമാശ വേണ്ടെന്ന് വെച്ച് ക്യാരക്ടറിലോട്ട് വന്നു? അല്ലല്ല, ഞാൻ രണ്ടും ചെയ്യും, തമാശയും ചെയ്യും ക്യാരക്ടറും ചെയ്യും. നമുക്ക് കിട്ടുന്നത് ചെയ്യാന്നുള്ളതാണ്. പിന്നെ തമാശ ചെയ്ത് തുടങ്ങിയെങ്കിലും തമാശ ചെയ്ത് തുടങ്ങുന്നത് നല്ലത്. തമാശ ചെയ്ത് തുടങ്ങുമ്പോൾ ആളുകൾക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നി, അയാളൊരു രസികനാട്ടോ, അയാളൊരു തമാശക്കാരനാന്ന് തോന്നും. പിന്നീട് സീരിയസിലേക്ക് മാറുമ്പോൾ ആ തമാശക്കാരനും കണ്ണുനീരുണ്ട്, അല്ലെ തമാശക്കാരൻ നന്നായി സെൻറ്റിമെൻറ്റ്സ് പറയുന്നു, അയാൾ ഇമോഷണൽ ആവുന്നു എന്ന് പറയുന്നതിന് വേറൊരു വാല്യൂ ഉണ്ട്. അപ്പം ആ സമയത്ത് ഞാനൊരു സീരിയസ് ആയിട്ട് തുടങ്ങിയിരുന്ന ഒരു പക്ഷേ എനിക്ക് പിന്നീട് ഹ്യൂമറിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. പക്ഷെ എപ്പോഴും എനിക്ക് തോന്നുന്നു തമാശക്കാരനായിട്ട് തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. ഇപ്പം ഇത്രയും നാള് അഭിനയിച്ചു, ഇത്രയും സഞ്ചാരങ്ങളൊക്കെ ചെയ്തു, ജോണി ചാൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത രുചി ഏതായാലും ഉണ്ടോ ഒന്ന് പറയാനായിട്ട്? എനിക്ക് കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത രുചി എൻ്റെ അമ്മച്ചിയുടെ ഭക്ഷണത്തിൻ്റെ രുചി തന്നെയാണ്. അമ്മച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു വീട്ടിൽ ഇപ്പോൾ നമ്മുടെ വിറകടുപ്പൊക്കെ ഉള്ള സമയം എന്നാ പറയണ്ടേ, മറ്റേ ഇന്നത്തെ പോലുള്ള ഗ്യാസ് ഇല്ല, അതുപോലെ തന്നെ ഫ്രിഡ്ജില്ല, ഒന്നുമില്ല. സാധാരണ 3 കല്ല് അടുപ്പയിൽ അമ്മച്ചി ഉണ്ടാക്കി തരുന്ന കോഴിക്കറി ആയാലും താറാവായാലും എന്തെങ്കിലും മീൻകറി ആയാലും അത് എനിക്ക് തോന്നുന്നു ഇന്നൊക്കെ ഞാനൊക്കെയാണ് എന്തുമാത്രം വെളിച്ചെണ്ണ ആളുകൾ മേടിച്ച് കൂട്ടുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു 1/4 കിലോ വെളിച്ചെണ്ണ മേടിച്ച് അമ്മച്ചി ഏറെക്കുറെ 1 മാസമൊക്കെ എനിക്ക് തലയിലും തേക്കാൻ കിട്ടും, തലയിലും തേക്കും. ഒരു ഹാഫ് കുപ്പിക്കകത്ത് വെളിച്ചെണ്ണ മേടിച്ചിട്ട് തൂക്കി കൊടുക്കും. അതെ അതെ, കറിക്ക് ഉപയോഗിക്കും. ആ കറിക്ക് എന്തോ ടേസ്റ്റായിരുന്നു. അതുപോലെ തന്നെ 1/2 കിലോ ഇറച്ചിയായിരിക്കും ഞായറാഴ്ച അപ്പം മേടിക്കുന്നത്. ആ ഇറച്ചി ഞങ്ങളെല്ലാവരും ഇപ്പം വിരുന്നുകാരുണ്ട്, അമ്മച്ചി കുറച്ച് കിഴങ്ങോടെ ഇട്ടൊരു പെരളനാക്കും, ആൾക്കാരില്ലെങ്കിൽ ഇറച്ചിക്കറി പോലെ വെക്കും. എന്നിട്ട് രാവിലെ എനിക്ക് തോന്നുന്നുണ്ട് തിങ്കളാഴ്ച ദിവസം രാവിലെ ഇത്രയും 4-5 പേര് കഴിച്ചിട്ട് ബാക്കിയുള്ള ഇറച്ചി എനിക്ക് ചോറും പൊതിയിൽ തന്നുവിടുകയും കൂടെ ചെയ്യുമായിരുന്നു. ഇന്ന് ഓരോരുത്തർക്ക് 4-5 കിലോ ഇറച്ചി മേടിച്ച് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യുക. പിള്ളേർക്ക് ഇന്ന് ഇറച്ചി, ഞാൻ പറയാം, നമുക്ക് പണ്ട് കൊതി ഉണ്ടായിരുന്നു എല്ലാത്തിനോടും. ഒരു പൂവൻകോഴി അമ്മച്ചി, അന്ന് പൂവൻകോഴിയൊക്കെ അമ്മച്ചി കൊല്ലുന്നത് എൻ്റെ കാരണം ഒരു അച്ഛനുണ്ട്. അമ്മയുടെ ഞങ്ങൾ അച്ഛൻ വരുമ്പോഴോ അല്ലെങ്കിൽ മൂത്ത പെങ്ങളൊക്കെ ഇട്ട് അളിയും വരുമ്പോഴൊക്കെ അല്ല മീൻകറിയാണെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഈ പറഞ്ഞ മീനൊക്കെ ആണെങ്കിലും മത്തിയൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു മത്തിയൊക്കെ ഈ 1 രൂപയ്ക്കൊക്കെ 10-32 മത്തിയൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പം എനിക്ക് ഞാൻ ചോറിനേക്കാൾ കൂടുതൽ മീൻ എനിക്ക് വെച്ച് തരുമായിരുന്നു അമ്മച്ചി. അന്ന് അത്ര മസാല ഉപയോഗിക്കത്തില്ല. വളരെ എന്ത് രസം, എന്ത് ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ ഒരു. ഇന്നെല്ലാം കൂടിയപ്പോൾ രുചി കുറഞ്ഞു. അന്ന് എല്ലാം എനിക്ക് തോന്നുന്നു എപ്പോഴും ഇല്ലായ്മയിലും കുറവുകളിലുമാണ് രുചിയും കൊതിയും ഒക്കെ കൂടുന്നത്. അതെ, പണ്ട് പെരുന്നാളിന്റെ സമയത്തായിരിക്കും ഒരു ഇറച്ചിക്കറി കിട്ടുക. ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെയാണ്. അതെ, അതുപോലെ വീക്കെൻഡിൽ ഇറച്ചി ഉണ്ടാവും. പക്ഷെ കോഴി എന്ന് പറയുന്നത് പെരുന്നാളോ ഈസ്റ്ററോ അങ്ങനെയൊക്കെ വരും. നാടൻ കോഴിയിലേ ഉള്ളൂ, അത് ബ്രോയിലർ ഒന്നുമില്ല. പിന്നെ ഇറച്ചിയാണെങ്കിൽ എനിക്കൊന്ന് 1/2 കിലോ ഇറച്ചിയാണ് തേക്കലയിൽ മേടിച്ചോണ്ട് വരുന്നത്. അപ്പം രാവിലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ് 1/2 കിലോ ഇറച്ചി മേടിച്ചോണ്ട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഒക്കെ ഒരു കാലം ദൈവമേ. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല നാടൻ കാച്ചില്, അല്ലെന്നുണ്ടെങ്കിൽ ചേന. പിന്നെ പറഞ്ഞ വാട്ടുകപ്പ, അന്ന് ഈ വാട്ടുകപ്പയുണ്ട്, നമ്മൾ വെള്ളുകപ്പയും വരും, ഈ കപ്പ എത്തിയിട്ടുള്ള വാട്ടുകപ്പ. വൈകുന്നേരം ആകുമ്പോൾ അപ്പം ഞങ്ങളുണ്ട് തേങ്ങ ചിരണ്ടിയിട്ട് അമ്മച്ചെ കൊണ്ട് തേങ്ങ ചിരണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുകൂടെ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നതൊക്കെ ഉള്ളൂ. അപ്പം ഈ വാട്ടുകപ്പ തേങ്ങ ചിരണ്ടിയിട്ടതിൻ്റെ കൂടെ കാരി എന്ന് പറഞ്ഞൊരു മീനുണ്ടല്ലോ, കാരി തേങ്ങ അരച്ച് അമ്മച്ചെ കൊണ്ട് ചാറ് കിട്ടും. എന്നിട്ട് ഈ തേങ്ങ ഇതും അതോടെ മുക്കിയിട്ടൊരു കഴിവിൻ്റെ പോന്നോ എന്നിട്ട് അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ കൊച്ചുമത്തി ഇല്ലേ. കൊച്ചുമത്തി നല്ല കാന്താരി ഇട്ട് പീര വെക്കുകയും അതുപോലെ തന്നെ കപ്പ വേവിക്കുകയും കൂടെ ചെയ്തിട്ട് ഈ കൊച്ചുമത്തി ഓരോ ഇതിനോട് ഓരോ മത്തി അങ്ങ് വീഴുന്നത്. അതാ
അതിന്റെ മുള്ളൊന്നും എടുത്ത് കളയാൻ കാണത്തില്ല, അതങ്ങ് പോരും. അതുപോലെ എല്ലും കപ്പയും, ഈ ഇറച്ചി കൂടിയ എല്ലും മേടിച്ചിട്ട് അതും കപ്പയും കൂടെ വേവിച്ചിട്ടുള്ള കഴിപ്പ്. അത് കല്യാണത്തലേന്ന് മിക്കവാറും വീടുകളിലുണ്ടായിരുന്നു. മിക്കവാറൊക്കെ ഇറച്ചി കല്യാണത്തിന് ഉപയോഗിക്കുകയും. അതെ അതെ അതെ, ഭയങ്കര. ഈ ജോണിച്ചാനുമായിട്ട് സംസാരിക്കുമ്പോഴല്ലോ എനിക്ക് എൻ്റെ അയൽപക്കത്തുള്ള ഒരു ചേട്ടനുമായിട്ട് സംസാരിക്കുന്ന ഒരു ഫീലാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനും ചങ്ങനാശ്ശേരിക്കാരനാണ്, ഇതേ ടോണിലാണ് ഇവിടെയുള്ളവർ മിക്കവാറും എല്ലാ ആൾക്കാരും സാധാരണ സംസാരിക്കുന്നത്. ആണോന്നോ എന്ത് രസമാണെന്നറിയും, ആ ഒരു ശൈലി നമ്മുടെ കോട്ടയത്തുള്ള. അതുകൊണ്ട് ഒരു അകൽച്ച തോന്നില്ല. അതുപോലെ ജോണിച്ചാൻ ഒരു അകൽച്ച തോന്നാനായിട്ടൊരു ഫീല് നമുക്ക് തരുന്നുമില്ല. ഒരു പ്രത്യേക അനുഭവമാണ്. നമ്മുടെ സ്വന്തം ജ്യേഷ്ഠനോട് സംസാരിക്കുന്ന രീതിയിലാണ് ഇരുന്ന് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓർമ്മകൾ പറയുമ്പോഴാണേലും എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട പല കാര്യങ്ങളുമാണ് ജോണിച്ചാൻ ഇങ്ങനെ ആ സംസാരത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നെ. പക്ഷേ ഈ സെറ്റിലെ ആഹാരം ഈ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഇവിടുന്ന് വരുന്ന നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നാലും അവർ കഴിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് തോന്നിയ സിനിമ തുടങ്ങിയ കാലത്ത് ചിലപ്പം ഈ പറഞ്ഞ പോലെ അന്നത്തെ സിനിമ പ്രൊഡ്യൂസേഴ്സ്, ഇപ്പം കുഞ്ചാക്കോ സാറായാലും സുബ്രഹ്മണ്യം സാറ്, അങ്ങനെയുള്ള ആളുകളായിരിക്കാം ചിലപ്പോൾ ഈ ഫുഡ് കണ്ടുപിടിച്ചത്. കാരണം ഒരിക്കലും എത്ര കഴിച്ചാലും മടുപ്പ് തോന്നാത്ത ഭക്ഷണമാണ് അതിൻ്റെ ഒരു ഇത്. ഉച്ചയ്ക്ക് രാവിലെ ഇപ്പം നമുക്ക് ഒന്നെങ്കിൽ അപ്പം മുട്ടക്കറി, കിഴങ്ങറി, അങ്ങനെ എന്തെങ്കിലുമോ, അല്ലെ കടലയോ, പുട്ടും കടല, പിന്നെ ഈ പറഞ്ഞ പോലെ പൊങ്കല്, ചിലപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചല്ല, ഓരോന്നും സമയത്ത് പൊങ്കല്, ചിലപ്പം ദോശ, ചമ്മന്തി, ചിലപ്പോൾ ഇഡലി, ചമ്മന്തി, സാമ്പാർ, എല്ലാം മുട്ടയൊന്നും ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞൊരു സംഭവമായിരിക്കും. ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ ചോറ്, മീൻകറി, മീൻ വറുത്തത്, തോരൻ, ചമ്മന്തി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും. ചില ചിക്കൻ്റെ ഇതുണ്ടാവും. വൈകുന്നേരമാണ് രസം. കഞ്ഞി, പയറ്, ചമ്മന്തി, ഉണക്കമീൻ, പിന്നെ ചപ്പാത്തി, ചിക്കൻ കറി, 2 പീസ് ചിക്കൻ ഫ്രൈയും വെക്കും. ഇത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വൈകിട്ട് വന്നിട്ട് ഉമ്മാർ ഈ പറഞ്ഞ പോലെ എടാ വൈകിട്ട് നിങ്ങളുടെ ഭക്ഷണം കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ 2 ക്യാരറ്റൊക്കെ കൂടുതൽ പറഞ്ഞിട്ട് പ്രൊഡക്ഷനെ ഈ പിള്ളേരെയൊക്കെ വളച്ച് പറഞ്ഞിട്ട് വെക്കും. അപ്പോൾ ഇവന്മാർ ആർത്തിയോടെ കഴിക്കുന്നതാണ്. നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്നതുകൊണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഞാനിതുവരെ പ്രൊഡക്ഷൻ ഭക്ഷണം വേണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പ്രൊഡക്ഷൻ ഭക്ഷണം കളയാൻ തോന്നുകയില്ല. ഞാൻ ഇപ്പോഴും വീട്ടിൽ എൻ്റെ ഒരു പ്രൊഡക്ഷൻ പ്ലേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ കള്ളിയുള്ള പ്ലേറ്റ് ഉണ്ടല്ലോ, എല്ലാ കറിയുടെ. ഞാനത് 5 മേടിച്ച് വെച്ചിട്ടുണ്ട്. പണ്ട് ഈ ഡയറക്ടറായിട്ട് മേടിച്ചത്. കാരണം പടം ഇല്ലെങ്കിലും അതിനകത്ത് കഴിക്കുമ്പോൾ ഒരു ഓർമ്മ എന്ന് പറയുന്ന പോലെ. ജോണിച്ചാൻ ഒരു തിരിച്ചുവരവായിരുന്നു അഭിനയത്തിലൂടെ വന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു എന്ന് വേണേൽ പറയാം. ജോണിച്ചാൻ്റെ എക്സ്പീരിയൻസിലായിരിക്കത്തില്ല, പക്ഷെ കാഴ്ചക്കാർക്ക് ജോണിച്ചാൻ പെട്ടെന്നൊരു മാറ്റം, പെട്ടെന്ന് ആൾക്കാരിലേക്ക് കൂടുതൽ ഇറങ്ങി വന്ന ഒരു രീതി തോന്നിയിട്ടുണ്ട്. അല്ല, നടനാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ കൂടുതലും സമയം ആളുകൾ തിയേറ്ററിൽ സ്ക്രീനിൽ കാണുകയല്ലേ, മറ്റൊന്ന് നമ്മൾ പിന്നണിയിലല്ലേ. അതെ, മുന്നണിയിൽ നിൽക്കുമ്പോൾ എല്ലാവരും കാണും. പിന്നെ ഇന്റർവ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേറൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണല്ലോ നടൻ എന്നുള്ളതിന്. പക്ഷെ ജോണിച്ചാൻ നേരത്തെ തന്നെ നടനായിരുന്നു. മേരാ പേർ അതൊക്കെ അന്ന് അസിസ്റ്റന്റ് ആയിരുന്ന സമയത്ത് അവശ്യ സർവീസ് എന്നുള്ള രീതിയിൽ മറ്റൊരാൾ ചെയ്യാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ ആളില്ലാതെ വരികയോ ചെയ്യുമ്പോൾ ഡയറക്ടേഴ്സ് പെട്ടെന്ന് ചെയ്യും ജോണി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള അതങ്ങനെ പലരും ചെയ്യാറുണ്ട്. പക്ഷെ അത് നമുക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കയറി വന്ന ആളാന്ന് നമുക്ക് ഒരിക്കലും തോന്നുകയില്ല അത് കണ്ടാൽ. അത് അല്ല, നമ്മൾ സംവിധായകനിലൊരു നടൻ വേണം. സംവിധായകൻ ഒരുപാട് നടന്മാരെ വാച്ച് ചെയ്യുകയും അവരെ തിരുത്തുകയും അവരെ കറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ സംവിധായകൻ. അപ്പോൾ സംവിധായകൻ ഒരുവിധം തിരിച്ചറിവുള്ള ഒരു നടനായിരിക്കണം, എന്നാലേ പരിപാടി നടക്കും. ഇത് കുടിച്ചില്ലേ? സംഭവം ഗംഭീരമായിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്നൊന്ന് പറയും. ഇത് നമ്മുടെ ചെമ്പരത്തി ജ്യൂസാണ്. ചെമ്പരത്തിയുടെ പൂവ് നമ്മൾ നാരങ്ങാനീരും ചൂടുവെള്ളം കൂടെ മിക്സ് ചെയ്ത് അതിലേക്കിട്ട് അതിൻ്റെ കളറെല്ലാം ഇപ്പം അതിലേക്ക് ഇറങ്ങും. എന്നിട്ട് അതിൻ്റെ കൂടെ ചിലപ്പോൾ ഹണിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ്. ഒരു ചെമ്പരത്തി ഷെയ്ക്ക് എന്ന് നമുക്ക് വേണേൽ പറയാം അല്ലേ, അല്ലെങ്കിൽ ചെമ്പരത്തി ഷെയ്ക്ക് എന്നല്ല, ചെമ്പരത്തി സ്ക്വാഷ് എന്ന് വേണേൽ പറയാം അല്ലേ. ഇത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം ജോണിച്ചാൻ പറഞ്ഞത് ഇതെന്താണ് സാധനം എന്ന് അച്ഛനോട് ചോദിച്ചു. അന്നേരത്തിന് അച്ഛൻ പറഞ്ഞു ചെമ്പരത്തിയുടെ പരിപാടിയാണ്. ചെവി ചൂടുണ്ടായിട്ട് വരുമോന്നാ ചോദിച്ചു. അപ്പോൾ പക്ഷേ നല്ല ടേസ്റ്റ് ആണെന്നാ പറഞ്ഞത്. ഞാൻ കുടിച്ചില്ല കേട്ടോ. ഒരു സ്വല്പം ഫിസിയാണ്, സോഡ ചേർത്തിരിക്കുന്നുണ്ട് അല്ലേ. എന്നാലും ആ തേനിൻ്റെയും ചെമ്പരത്തിയുടെയും ടേസ്റ്റും സംഭവം പൊളിയാണ്. അതേപോലെ തന്നെ ജോണിച്ചാനെ കാണാൻ പറ്റി. അധികം ഒരു നീണ്ട ഒരു ഇൻ്റർവ്യൂ പോലെയല്ല നമ്മൾ ചെയ്തത്. കാരണം നമ്മൾ അച്ഛൻ്റെ അടുത്ത് വന്നു, ബൈ ചാൻസ് ജോണിച്ചാനെ കാണാൻ പറ്റിയാണ്. ജോണിച്ചാനോട് കുറച്ച് സമയം കടം വാങ്ങിയാണ് നമ്മൾ പിടിച്ചിരുത്തിയത്. ജോണിച്ചാൻ, ഒത്തിരി സന്തോഷമുണ്ട്. ഇനി വരാൻ പോകുന്ന സിനിമ എന്താണ് പെട്ടെന്ന് ഉടനെ വരുന്നത്? ഇറങ്ങിയ പടങ്ങൾ ഈ പറഞ്ഞ പോലെ ബോയ്സ് ഓഫ് സത്യനാഥനും കൊറോണ ജവാനും പാപ്പച്ചനോടും ഇറങ്ങുമല്ലോ. ഇനി ഇറങ്ങാനുള്ള തോൽവി FC എന്നൊരു പടം വരാണ്. അത് നമ്മുടെ ഞണ്ടുകളുടെ നാട്ടിൽ എന്ന് പറയുന്ന സിനിമ എഴുതിയ
ജോർജ് കോര ആദ്യമായി സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്യുന്ന പടം. അതിൽ നമ്മുടെ ഷറഫുദ്ദീനും ഈ കോരയൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഞാൻ നല്ല റോളാണ് ഇവരുടെ ഫാദറായിട്ട്. പിന്നീട് മാർത്താണ്ഡൻ പറഞ്ഞ സംവിധായകൻ്റെ മഹാറാണി എന്നൊരു പടം വരുന്നുണ്ട്. അത് നല്ല പ്രാധാന്യമുള്ള നല്ല റോളാണ്. അതുപോലെ ബിജു മേനോനും സുരാജ് വെഞ്ഞാറമൂടും കൂടെ അഭിനയിച്ച അനൂപ് കണ്ണൻ നിർമ്മിച്ച് മഡോണ ചെയ്ത വിഷ്ണു ഡയറക്റ്റ് ചെയ്യുന്ന പടം. അത് നടന്ന സംഭവം അതിൻ്റെ പേര്. അത് ഇറങ്ങാനുണ്ട്. ഈ 3 പടങ്ങളിൽ ഞാൻ നല്ല ലംഘി റോളുകളാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ കുറേ പടങ്ങൾ, ഇപ്പം ബുള്ളറ്റ് ഡയറീസ്, അതുപോലെ തന്നെ ID, പിന്നെ സൂപ്പർ സിന്ദഗി, ജോയ് ഫുൾ എൻജോയ്, അങ്ങനെ കുറേ പടങ്ങൾ, ധ്യാനോട് അഭിനയിച്ച പടങ്ങൾ, ഇതൊക്കെ അങ്ങനെ കുറേ പടങ്ങൾ ഇറങ്ങാനുണ്ട്. ഞാൻ ഒരു കാര്യം പിന്നെ ഇപ്പം ദിലീപായിട്ട് തന്നെ നമ്മുടെ പേരിട്ടിട്ടില്ല, നമ്മുടെ പഴയ നടൻ വിനീത് കുമാർ ചെയ്തൊരു പടം ഇറങ്ങാൻ ചെയ്തത്. പിന്നെ കമൽ സാറിനോട്, വളരെ സീനിയർ ഡയറക്ടറായിട്ട് കമൽ സാറിനോട് എനിക്ക് നല്ല പടത്തിൽ അഭിനയിക്കാൻ പറ്റും. എൻ്റെ പേര് അതിൽ നായകൻ നമ്മുടെ ഷൈൻ ടോജൊക്കെയാണ്. വിവേകാനന്ദൻ വൈറലാണ്. ഓക്കെ. ഇപ്പം ഈ ആൾക്കാരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഒക്കെ മാറി വരികയാണ്. OTT പ്ലാറ്റ്ഫോംസ് വന്നതോടുകൂടി തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല, അല്ലേ? ഈ സിനിമയുടെ രീതികൾ മാറിയിട്ടുണ്ട്. ഈ കാഴ്ച രീതികൾ കൊമേഴ്ഷ്യലായിട്ട് വരുമ്പോഴത്തേനും അതും അഫക്റ്റഡ് ആവും. എങ്ങനെയാണ് നിങ്ങൾ കൂടുതൽ സിനിമകൾ വരുന്നുണ്ട്? പണ്ട് എന്ന് പറയുന്ന ഓണത്തിൻ്റെ സമയത്ത് കുറേ സിനിമകൾ, ക്രിസ്മസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ സീസണലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇഷ്ടംപോലെ സിനിമകളാണ്. OTT പ്ലാറ്റ്ഫോം കൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് പറയാതിരിക്കാനും പറ്റിയല്ല. ഒരു പ്രാവശ്യം മമ്മൂക്ക പറഞ്ഞിരുന്നു അതുകൊണ്ട് പ്രയോജനമുണ്ടല്ലോ, ഒരു ഭാഷയിൽ കേട്ടിരുന്നത് പല ഭാഷയിലാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അഭിപ്രായം? അല്ല, മലയാള സിനിമയ്ക്ക് ഒരു ലോക മുഴുവൻ കാണാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കാൻ OTTക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പം ഹോം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഒരു ഫിലിപ്പീൻസുകാരൻ തന്നെ ജഡ്ജ് കണ്ടിട്ടുണ്ട്, ആക്ടർ വന്നിട്ടുണ്ട്. അപ്പം അത് വലിയ കാര്യമല്ലേ? നമ്മളൊരു അന്യ രാജ്യക്കാരൻ നമ്മളെ തിരിച്ചറിയുന്നൊക്കെ പറയുന്ന ഒരു ഹോം ആ സമയത്ത് OTT മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ കൊറോണ ലോക്ക്ഡൗൺ കാലത്ത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഈ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങനത്തെ ഒരു വേലയുണ്ട്. പിന്നെ OTT കാണാമെന്ന് വിചാരിച്ച് തിയേറ്ററിൽ പോകട്ടെ, OTT വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നവരുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു തിയേറ്ററിൽ തന്നെ ആ എല്ലാത്തരം ആളുകളോട് ഇരുന്നൊരു സിനിമ എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഒരിക്കലും കിട്ടുകയില്ല. ആ വിസിലടിയും ആ ആരവും. അതെ അതെ, അത് തന്നെ, അത് നേരാണ്. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ചില മൂവിയുടെ എഫക്ട്സ് ഒക്കെ നന്നായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ തിയേറ്ററിൽ തന്നെ. ഇപ്പം നമ്മൾ പൂരം നേരിട്ട് കാണുന്നതും അതെ പൂരം വീട്ടിൽ TV കാണുന്ന വ്യത്യാസമുണ്ട്. അപ്പം സിനിമ തിയേറ്ററിലല്ലേ കാണുന്നില്ല, തിയേറ്ററിന് വേണ്ടിയാണ് സിനിമ ഉണ്ടാകുന്നത്. അതെ അതെ, ആ ഒരു വ്യത്യാസമുണ്ട് ഉറപ്പായിട്ടും. ഇനിയിപ്പം പുതിയ സിനിമകൾ ജോണിച്ചാന് വരുന്നുണ്ട്. അച്ഛനാണേലും ഇഷ്ടംപോലെ പരിപാടികളുള്ളതാണ്. നമുക്കിന്ന് ഉച്ചയ്ക്ക് ഊണ് ബിരിയാണിയൊക്കെയാണ് അച്ഛൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് ഇലകൾ കൊണ്ടുള്ള ബിരിയാണി. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അങ്ങ് പോവാം നമുക്ക്, അല്ലേ? പിന്നെ അടുത്ത വീഡിയോ നമ്മുടെ അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ കൂടെ ഉണ്ടാവുക, ഹാപ്പി ആയിട്ടിരിക്കുക. തൽക്കാലത്തേക്കിന് ബൈ. ജോണിച്ച ഒരു ബൈ പറയൂ. ബൈ അച്ഛൻ.